അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, അലിവുകളുടെ പ്രാധാന്യം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം മാനവ വികസന സൂചിക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് വിദ്യാഭ്യാസം? അറിവ്, കഴിവ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ വിവിധ രൂപത്തിലുള്ള കൈമാറ്റത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മുഅ്മിനിന് വീണുപോയ മുത്തുകളാണ് വിദ്യാഭ്യാസം. അത് അവന് എവിടുന്ന് ലഭിക്കുന്നുവോ അതവൻ അവിടുന്ന് പെറുക്കിയെടുക്കുന്നതാകും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അതായത് ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ്, അതായത് വിദ്യാഭ്യാസം എന്നത്. ഇതിലൂടെയെല്ലാം വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം. നമ്മുടെ ജീവിതത്തെ 3 ഭാഗങ്ങളായി ഭാഗിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം വിദ്യാഭ്യാസം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലോകത്ത് നാം നിലകൊള്ളുന്നത്. നമ്മൾ ഖുർആൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഖുർആൻ ആദ്യമായി തന്നെ നമ്മോട് പറയുന്നത് ഇഖ്റ, നീ വായിക്കുക എന്ന വിശുദ്ധമായ സൂക്തം കൊണ്ടാണ് ഖുർആൻ നമ്മോട് ആദ്യമായി തന്നെ പറയുന്നത്. അതായത് വായന എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത്: എഡ്യൂക്കേഷൻ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദി വേൾഡ്. അതായത് വിദ്യാഭ്യാസം ഏറ്റവും ശക്തിയേറിയ ഒരു ആയുധമാണ്. അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ സാധിക്കും, ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന വിശുദ്ധമായ ആ നിർവചനം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. എന്തിനു മാത്രം പറയുന്നു? നമ്മുടെ ഈ കേരളത്തെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസം വളരെയധികമാണ്. അതിനാൽ തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഇത്രക്കും വലിയ വികസനവും സാമ്പത്തികത്തിനാലും കേരളം ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മതപരമായ വിദ്യാഭ്യാസം, മറ്റു ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ പലതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ഇന്ന് കേരളത്തിൽ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറബ് രാഷ്ട്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് ലോകത്തിൽ തന്നെ വികസനത്തിനാലും സാമ്പത്തികത്തിനാലും എണ്ണപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് അറബ് രാഷ്ട്രങ്ങൾ. എന്നാൽ അറബ് രാഷ്ട്രങ്ങളെ നമ്മൾ കുറച്ച് പിന്നോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ വിശേഷിപ്പിച്ചത് തന്നെ ജാഹിലിയ കാലഘട്ടം എന്നായിരുന്നു അവരുടെ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അവർ ജാഹിലിയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? അതായത് അന്നത്തെ അവരുടെ ജീവിതം കള്ളും മറ്റു മയക്കുമരുന്നുകളും പിന്നെ വ്യഭിചാരവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അറബ് രാഷ്ട്രം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തികച്ചും വ്യത്യാസമായ മൊത്തം സാമ്പത്തികത്തിനാലും വിദ്യാഭ്യാസത്തിനാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അറബ് രാഷ്ട്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതിനാൽ തന്നെ വിദ്യാഭ്യാസത്തിലെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.